يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. الحمد لله واسع الفضل والعطاء، جعل في الزكاة البركة والنماء والطهر والصفاء، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله، فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. ورحمتي وسعت كل شيء فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ചെറിയ പ്രായമായിരിക്കെ തന്നെ നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള ഇസ്ലാം കാര്യങ്ങളിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് സക്കാത്ത് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആനിലൂടെ 28ഓളം സ്ഥലങ്ങളിൽ നിർബന്ധ നമസ്കാരം നിങ്ങൾ നിർവഹിക്കുവീനെന്ന് പറയുന്നതിനോട് ചേർത്തുകൊണ്ട് തന്നെയാണ് സക്കാത്തിൻ്റെ കാര്യവും പറഞ്ഞിട്ടുള്ളത്. വ അഖീമുസ്സലാഹ് വ ആതുസ് സക്കാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തുവീൻ, ഉടനെ തന്നെ വ ആതുസ് സക്കാ, നിങ്ങൾ സക്കാത്ത് കൊടുത്തു വീട്ടുകയും ചെയ്യുവീൻ. ഇസ്ലാം പൂർണ്ണമാകണമെങ്കിൽ വിവിധ മേഖലകളിലുള്ള ശുദ്ധീകരണം മനുഷ്യനിൽ ഉണ്ടായിരിക്കണം. വിശ്വാസവിശുദ്ധി, കർമ്മവിശുദ്ധി, സ്വഭാവവിശുദ്ധി, സാമ്പത്തിക വിശുദ്ധി, ധാർമ്മിക വിശുദ്ധി, ലൈംഗിക വിശുദ്ധി, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും വിശുദ്ധി പാലിക്കുന്നതിലൂടെ മാത്രമേ ഒരാളുടെ ഇസ്ലാമും ഈമാനുമൊക്കെ പൂർണ്ണമാവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മിൻ തമാമി ഇസ്ലാമിക്കും, നിങ്ങളുടെ ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ് അൻ തുഅദ്ദു സകാത അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിൻ്റെ സക്കാത്ത് നിങ്ങൾ പൂർണ്ണമായും കൊടുത്തു വീട്ടണം എന്നുള്ളത്. അത് ഈമാനിൻ്റെയും സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളുടെയും ലക്ഷണമാണത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ എന്ന നാമകരണം ചെയ്യപ്പെട്ട സൂറത്തിൽ തന്നെ പ്രഥമ സൂക്തത്തിൽ തന്നെ അല്ലാഹു പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അവരുടെ ഗുണങ്ങൾ എണ്ണി പറയുകയാണ്. നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്, അതേപോലെ തന്നെ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് പുറംതിരിഞ്ഞു നിന്ന് അവയെയൊക്കെ അവഗണിക്കുന്നവരാണ്. പിന്നീട് പറഞ്ഞത് വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ എന്നാണ്. അവരുടെ സക്കാത്ത് അവർ കൃത്യമായി കൊടുത്തു വീട്ടുന്ന, അതിനെ ചെയ്യുന്നവരാണ്. ഫാഇലൂന, അത് ക്രമപ്രകാരം കൃത്യവും വ്യക്തവുമായ നിലക്ക് അതിൻ്റെ മര്യാദകൾ പാലിച്ച് പൂർണ്ണമായ അർത്ഥത്തിൽ അതിനെ പ്രയോഗവൽക്കരിക്കുന്നവരാണ് യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസികൾ. അവരാണ് വിജയികൾ എന്ന് അല്ലാഹു തആല പറഞ്ഞു തന്നിരിക്കുകയാണ്. ശരിയായ വിധം എന്ന് പറഞ്ഞാൽ ഏതൊരു കർമ്മവും അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യോഗ്യമാകണമെങ്കിൽ ഇഖ്ലാസോടുകൂടെ അത് ചെയ്യണം, വിശ്വാസത്തോടുകൂടെ ചെയ്യണം, പരലോക പ്രതിഫലത്തെ ആശിച്ചുകൊണ്ട് ചെയ്യണം. അങ്ങനെ ആരെങ്കിലും അത് നിർവഹിച്ചാലേ പ്രതിഫലം കിട്ടുകയുള്ളൂ.
ഇതിപ്പോ എങ്ങനെ കൊടുക്കാതിരിക്കുക? നാട്ടുകാരെന്താ പറയുക? അതല്ലെങ്കിൽ ഞാനും കൊടുക്കണ്ടേ? അല്ലെങ്കിൽ പ്രയാസപ്പെട്ട് മനസ്സിലൊരു വിഷമം സഹിച്ചുകൊണ്ടൊന്നും അല്ല ഇത് നിർവഹിക്കേണ്ടത്. നല്ല നിറഞ്ഞ മനസ്സോടുകൂടി സംതൃപ്തിയോടുകൂടെ അത് ചെയ്യുന്നവർക്കാണ് അതിൻ്റെ മാധുര്യം ആസ്വദിക്കാനാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളിൽ കാണാം, സലാസുൻ, 3 കാര്യങ്ങൾ, മൻ ഫഅലഹുന്ന, ആരെങ്കിലും അത് പ്രവർത്തിച്ചാൽ ഫഖദ് തഅമ തഅമൽ ഈമാൻ, അവൻ ഈമാനിൻ്റെ മധുരം, അതിൻ്റെ രുചി ശരിയാവണ്ണം ആസ്വദിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിൽ എണ്ണിയ ഒരു കാര്യം, വഅഅത സകാത മാലിഹി, അവൻ തൻ്റെ സമ്പത്തിൻ്റെ ആ സകാത്ത് അവൻ കൊടുത്ത് വീട്ടുന്നു. എങ്ങനെ? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ത്വയ്യിബതൻ ബിഹി നഫ്സുഹു, അവൻ്റെ മനസ്സ് വളരെ തൃപ്തിയോടുകൂടെയാണ്. അവന് വെറുപ്പോടുകൂടെയോ വിമ്മിഷ്ടത്തോടുകൂടിയോ ഒരു മനപ്രയാസത്തോടുകൂടിയോ ഒന്നുമല്ല അവൻ്റെ സക്കാത്ത് കണക്ക് കൂട്ടുന്നതും കൊടുക്കുന്നതും ഒക്കെ. അവൻ വളരെ കൃത്യമായി നിറഞ്ഞ സംതൃപ്തിയോടെയാണത് കൊടുക്കുന്നതെങ്കിൽ അവനാണ് ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കുവാൻ സാധിക്കുക. ധനത്തെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഒരുപാട് നേട്ടങ്ങളെ ഇതിലൂടെ അവന് സംഭവിക്കുകയുള്ളൂ. ഒരു നഷ്ടവും അവന് വരാനില്ല. മനുഷ്യരുടെ ധനത്തെ അവൻ്റെ സക്കാത്ത് വളർത്തുകയേയുള്ളൂ, അതൊരിക്കലും അതിനെ കമ്മി വരുത്തുകയില്ല. അവൻ്റെ ഹൃദയത്തിന് പിശുക്കിൽ നിന്നുള്ള ശുദ്ധീകരണം എന്ന് പറയുന്ന മഹത്തായ നേട്ടം അവന് ലഭിക്കുകയാണ്. മനസ്സിനെ അസൂയയിൽ നിന്ന്, മറ്റുള്ളവർക്ക് അസൂയയുണ്ടാക്കുന്ന ഒരവസ്ഥ അവരുടെ മനസ്സുകളിൽ നിന്നും ഒഴിവായി കിട്ടുവാനും സക്കാത്ത് അതിന് അവകാശികളായ ആളുകളുടെ കൈകളിൽ എത്തും വിധത്തിൽ അർഹതപ്പെട്ടവർ അത് കൊടുത്തു വീട്ടിയേ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് റബ്ബിന്റെ കൽപ്പന അതാണ്, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ, നീ അവരുടെ സമ്പത്തുക്കളിൽ നിന്ന് സദഖ, സക്കാത്ത് നീ അവരിൽ നിന്ന് വാങ്ങുക. അതിലൂടെ നീ അവരെ ശുദ്ധീകരിക്കുന്നു, അതിലൂടെ അവർക്ക് സംസ്കരണമുണ്ടാകുന്നു. കൊടുക്കുന്നവൻ്റെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടും, കൊടുക്കുന്നവൻ്റെ ധനവും ശുദ്ധീകരിക്കപ്പെടും. എല്ലാ അർത്ഥത്തിലും സർവതല മേഖലയിലും ശുദ്ധീകരണമാണ് സക്കാത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തൻ്റെതായ ധനത്തെ ആരെങ്കിലും കൊണ്ടുപോകുമോ, അതിന് വല്ല ആപത്തുകളും ബാധിക്കുമോ എന്നുള്ള ഭയങ്ങളൊക്കെ പടിക്ക് പുറത്താണ്. ആർക്ക്? സക്കാത്ത് കൊടുക്കുന്നവൻ്റെ ധനത്തിന് റബ്ബിൻ്റെ പ്രത്യേക കാവലുണ്ടാകും, റബ്ബിൻ്റെ പ്രത്യേകമായ അമാനുണ്ടാകും. സക്കാത്ത് കൊടുക്കുന്നവരുടെ മുതലിന് അവൻ്റെ റിസ്ഖിൽ റബ്ബ് സുരക്ഷിതത്വം ഏർപ്പെടുത്തും. അവൻ്റെ അനുഗ്രഹങ്ങൾ നിത്യമായി തന്നെ അവനിൽ റബ്ബ് ചൊരിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. നഷ്ടങ്ങളൊക്കെ അവനിൽ നിന്ന് ഇല്ലാതാക്കും. ഇത് അള്ളാഹുവിൻ്റെ റസൂല് റബ്ബിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാ. മൻ അദ്ദാ സക്കാത്ത മാലിഹി, ആരെങ്കിലും തൻ്റെ സക്കാത്ത് കൃത്യമായി കൊടുത്തു വീട്ടുന്നുവെങ്കിൽ ഫഖദ് ദഹബ അൻഹു ശർറുഹു, ആ ധനത്തിലുണ്ടാകുന്ന ഏതെല്ലാം വിധത്തിലുള്ള ആപത്തുകളും തിന്മകളുമുണ്ടോ അതെല്ലാം അവനിൽ നിന്ന് നീങ്ങിക്കിട്ടുമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല, സമൂഹത്തിൽ വലിയ നേട്ടങ്ങളാണ് സക്കാത്തിലൂടെ ഉണ്ടാകുവാൻ പോകുന്നത്. ആളുകൾക്കിടയിൽ അത് പരസ്പരമുള്ള സൗഹൃദം വർദ്ധിപ്പിക്കും, സ്നേഹത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കും, കാരുണ്യം അത് വിതയ്ക്കും, ഹൃദയങ്ങൾ പരസ്പരം ഇണങ്ങുവാൻ കാരണമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, തുഖ്രിജു സകാത മിൻ മാലിക്, നിന്റെ ധനത്തിൽ നിന്ന് നീ സക്കാത്തിനെ കൃത്യമായി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഫൈനഹാ തുഹറത്തുൻ, അതൊരു ശുദ്ധീകരണ പ്രക്രിയയാണ്. തുതഹിറുക്കാത് നിന്നെ ശുദ്ധീകരിക്കുന്നു. വതസിലു അഖ്രിബാക, നിന്റെ അടുത്ത ബന്ധുക്കളോടും കുടുംബങ്ങളോടുമൊക്കെ നീ അതിലൂടെ ബന്ധം ചേർക്കുകയാണ്. വതഅരിഫു ഹഖ്ഖസ്സായിലി വൽ ജാരി വൽ മിസ്കീൻ, അഗതികൾക്ക്, അയൽക്കാർക്ക്, അതേപോലെ തന്നെ അവകാശികളെയൊക്കെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ അവകാശങ്ങളെയൊക്കെ തിരിച്ചറിയാൻ നിനക്ക് സാധിക്കുന്നുണ്ടല്ലോ. അതിലൂടെയൊക്കെ മമതയും സൗഹാർദ്ദവും സ്നേഹവും കരുണയും ഒക്കെ വർദ്ധിക്കുകയേയുള്ളൂ. ഇല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനത്തൊക്കെ അമർഷമാണ് വളരുക, അസൂയയാണ് വളരുക, കോപമാണ് വളരുക, ഭിന്നിപ്പാണ് അതിൻ്റെയൊക്കെ ഫലമായിട്ടുണ്ടാവുക എന്ന് വളരെ കൃത്യമായി ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മനുഷ്യനെന്താ സക്കാത്ത് കൊടുക്കാൻ ഒരു മടി? എന്താ? ഇത് കൊടുത്താൽ കുറഞ്ഞു പോകുന്നതാണ് എല്ലാവരെയും ശൈത്താൻ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുത്ത മുസ്തഫ റബ്ബിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയ ഓഫർ നോക്കൂ. ഒരു സദഖ, ഒരു ധനവും സദഖ കൊടുത്തത് കൊണ്ട് കുറഞ്ഞു പോകൂല. സദഖ കൊടുത്തുകൊണ്ട് ഒരാൾ പാപ്പറായി പോയി,
സക്കാത്ത് കൊടുത്തതുകൊണ്ട്, സ്വതക്ക കൊടുത്തതുകൊണ്ട് ഒരാളുടെ സമ്പത്തിൽ കമ്മി വന്നു എന്ന് ഒരാൾക്കും പറയാനാവില്ല. മറിച്ചത് ഇരട്ടിക്കിരട്ടിയായി മാറും. പരലോക കോടതിയിലോ അതിൻ്റെ പ്രതിഫലത്തിന് അളവറ്റ പ്രതിഫലമായിരിക്കും. അത് അള്ളാഹുവിൻ്റെ ഓഫറാണ്. വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ. നിങ്ങൾ സകാത്തിൽ നിന്ന് നിങ്ങൾ കൊടുത്തു വീട്ടുന്നത് എന്തും, പക്ഷേ തുരീദൂന വജ്ഹല്ലാഹ്, കണ്ടീഷൻ ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ആയിരിക്കണം നിങ്ങളുടെ ഉദ്ദേശം. വേറെ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായാൽ വെറുതെയാണത്. ദുന്യാവും പോയി ആഖിറവും പോയി. അതേ അവസരത്തിൽ റബ്ബിൻ്റെ പ്രതിഫലം ലഭിക്കണം എന്ന ഇഖ്ലാസോടെ, പരലോകത്ത് പ്രതിഫലേച്ഛയോടെ, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ നിലക്ക് ആരെങ്കിലും സക്കാത്ത് നിങ്ങൾ കൊടുത്തു വീട്ടുന്നുവെങ്കിൽ ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ, അവർക്കതിൻ്റെ പ്രതിഫലങ്ങൾ ഇരട്ടികളായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുക തന്നെ ചെയ്യും. മാത്രമല്ല, ദിനേന നമുക്ക് വേണ്ടി 2 മലക്കുകൾ ലോകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സക്കാത്ത് കൊടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു മലക്ക്, കൊടുക്കാത്തവർക്ക് നഷ്ടത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു മലക്ക്. ഈ പ്രാർത്ഥന മുഴങ്ങാത്ത ഒരു ദിനവും ഈ ഭൂമുഖത്തില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാമിൻ യൗമിൻ, ഏതൊരു ദിവസമാകട്ടെ, യുസ്ബിഹുൽ ഇബാദു ഫീഹ്, ഒരടിമ, ഒരു മനുഷ്യൻ അവൻ പ്രഭാതത്തിലാകുന്നു, ഇല്ലാ മലക്കാനി യൻസിലാനി, 2 മലക്കുകൾ ആ പ്രഭാതത്തിൽ എല്ലാ ദിവസവും അവർ അള്ളാഹുവിനോട് യാചിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫയഖൂലു അഹദുഹുമാ, അവരിൽ ഒരാൾ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ, സകാത്ത് കൊടുക്കുന്ന, ചെലവഴിക്കുന്ന, സദഖ കൊടുക്കുന്നവർക്ക് അല്ലാഹുവേ നീ അവരുടെ പിന്നിൽ കൂടുതൽ ധനത്തെ അവർക്ക് നൽകിക്കൊണ്ടിരിക്കണേ എന്നാണ് ആ മലക്കിന്റെ പ്രാർത്ഥന. വയഖൂലുൽ ആഖർ, മറ്റേ മലക്കിന്റെ പ്രാർത്ഥന, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ, സകാത്ത് കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന, പിശുക്ക് കാണിക്കുന്ന, ആ മേഖലയിൽ നിന്ന് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കുന്ന ആളുകൾ, അവരുടെ സമ്പത്തിൽ നീ നാശം കൊടുക്കണേ, അത് നശിപ്പിച്ചു കളയണേ എന്ന് ഈ പ്രാർത്ഥന മുഴങ്ങാത്തൊരു പ്രഭാതം ഈ ലോകത്തില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, എല്ലാ അർത്ഥത്തിലും, ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി, സാമൂഹ്യമായി, ഏതടിസ്ഥാനത്തിൽ നോക്കിയാലും നന്മകൾ മാത്രം വിതയ്ക്കുന്നതാണ് സക്കാത്ത്. അതുകൊണ്ട് അതിൻ്റെ കാര്യം വളരെ ഗൗരവത്തോടുകൂടി വരാൻ പോകുന്ന ഒരു വെളിപ്പാടകലെ വിശുദ്ധ റമളാനാകുമ്പോഴാണ് പലപ്പോഴും അതിൻ്റെ കണക്കുകൾ നോക്കുക. അതുകൊണ്ട് തന്നെ സാന്ദർഭികവുമാണിത്. എല്ലാവരും അതിനെ സംബന്ധിച്ച് ആലോചിക്കുക. റഹ്മാനായ റബ്ബ് പൂർണ്ണമായ അർത്ഥത്തിൽ സക്കാത്ത് നിർവഹിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുകയും അപാകതകൾ പുറത്തു തരികയും ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു وعلى آله وصحبه ومن تبع هديه. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, സക്കാത്ത് കൊടുക്കാതിരിക്കാനും അതേപോലെ തന്നെ ആ മേഖലയിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുവാനും 100 കൂട്ടം കാരണങ്ങളുമായി പിശാച് നമ്മളെ സമീപിക്കും. 100 കൂട്ടം കാരണങ്ങളുമായി സമീപിക്കുന്നത് പിശാചായിരിക്കും. പിശാച് ഒരിക്കലും നമ്മുടെ നന്മ ഉദ്ദേശിക്കുന്നവനല്ല. ഇന്നമാ യദഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് തള്ളിവിടാനാണ് ചെകുത്താൻ പണിയെടുക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ ദുർബോധനങ്ങളിൽ പെട്ടുപോകാതെ ജാഗ്രത വേണം. അതുകൊണ്ട് കൃത്യവും വ്യക്തവുമായ നിലക്ക് സമ്പത്തിൻ്റെ കണക്കുകൾ നോക്കണം. തൻ്റെ ശമ്പളത്തിൻ്റെ സക്കാത്ത് എത്ര, വാടക ഉയരത്തിൽ എത്ര വരുന്നുണ്ട്, അങ്ങനെ തൻ്റെ ഇൻകമിൻ്റെ ബോക്സിലേക്ക് ഏതെല്ലാം വകുപ്പുകളിലൂടെ ധനം വന്ന് ചേരുന്നുണ്ട് എന്ന് കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ കൃത്യമായ നിലക്ക് നാണയത്തിൻ്റെ കറൻസിയുടെ സക്കാത്ത് 590 ഗ്രാം വെള്ളിക്ക് ഈക്വലായ ഇന്നത്തെ ധനം എത്രയാണ് വരിക എങ്കിൽ 1,16,000 എത്രയൊക്കെയാണ് വരിക എന്ന് തോന്നുന്നു ഏകദേശ കണക്ക്. അതിൻ്റെ അനുസരിച്ചുള്ള ധനം ഒരാളുടെ കയ്യിൽ 1 ഹിജറ വർഷം തികഞ്ഞുണ്ടെങ്കിൽ 2.5% അവൻ സക്കാത്ത് കൊടുക്കണം. കാർഷികമായ വിളകളുടെ സക്കാത്തുകൾ വേറെയുണ്ട്. കുരുമുളക്, ഏലം, റബ്ബർ, അതേപോലെ തന്നെയുള്ള മറ്റു ഉൽപ്പന്നങ്ങൾ, തേങ്ങ, അവയുടേതായ കണക്കുകളൊക്കെയുണ്ട്. എല്ലാം നമുക്ക് വിശദീകരിക്കുവാൻ നേരമില്ല.
ഏതെല്ലാം ധനങ്ങൾക്ക് എപ്പോഴെല്ലാം ഏതെല്ലാം അളവുകൾ പൂർത്തിയാകുമ്പോൾ എത്രയെല്ലാം അളവിൽ സക്കാത്ത് കൊടുക്കണം എന്നുള്ളത് ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് നിങ്ങളത് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് കൃത്യമായി ആ കാര്യം നിർവഹിക്കണം എന്നാണ്. ന്യൂനതകളും അതേപോലെ തന്നെ ഒരുപാട് കോട്ടങ്ങളുമൊക്കെ ഉണ്ടാക്കി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശൈത്താനെ സൂക്ഷിക്കണം. കാരണം അവൻ നമ്മളോട് പല ദുർന്യായങ്ങൾ പറയും. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ അതിനൊക്കെ വഴിപ്പെട്ടുകൊണ്ട് സക്കാത്ത് കൊടുക്കാതെ കൂട്ടിവെച്ചാൽ കഠിനകഠോരമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഈ സമ്പത്തുകൾ മുഴുവനും നാളെ പരലോകത്ത് തീയുടെ പ്ലേറ്റുകളായി രൂപാന്തരം ചെയ്ത് ആ ലോഹങ്ങൾ കൊണ്ട് നമ്മുടെ മുഖത്തും പുറഭാഗങ്ങളിലും ശരീരഭാഗങ്ങളിലും പൊള്ളിക്കും. വേദന കൊണ്ട് പുളയുമ്പോഴോ നിന്റെ സക്കാത്താണിത്, നീ അനുഭവിച്ചോ എന്ന് പറയുന്ന ഏറ്റവും അപാരമായ വേദനയേറിയ ശിക്ഷയാണ് നരകത്തിൽ കാത്തിരിക്കുന്നത്. റഹ്മാനായ റബ്ബ് കനത്ത താക്കീതോടെ നമ്മോട് പറഞ്ഞു തന്നിരിക്കുകയാണ്. വല്ലദീന യക്നിസൂന അദ്ദഹബ വൽഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും ഹാദാ മാ കനസ്തും ലിയൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. എത്ര വ്യക്തമായിട്ടാണ് റബ്ബ് നമ്മളോട് താക്കീത് ഘനത്ത സ്വരത്തിലാണ് നൽകിയിട്ടുള്ളത്. സ്വർണവും വെള്ളിയുമൊക്കെ കൂട്ടിവെക്കുന്ന ആളുകൾ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അത് കൊടുക്കേണ്ടവർക്ക് കൊടുത്തു വീട്ടാതെ അതിനൊക്കെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ കൂട്ടിവെക്കുന്ന ആളുകളില്ലേ, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവരെ നിന്ദിക്കുന്ന ശൈലിയാണ്. അവർക്ക് സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കുന്നതാണ്. നരകത്തെക്കുറിച്ച് ആരെങ്കിലും സന്തോഷ വാർത്ത പറയാന്ന് പറയൂ? കണ്ടോ, റബ്ബ് അവരെ അതിലൂടെ പോലും ആ രൂപത്തിൽ കനത്ത രൂപത്തിലുള്ള നിന്യതയാണ് അവർക്ക്. ബശ്ശിറുഹും എന്നാ പറയുന്നത്, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. വേദനയേറിയ പെയിൻഫുള്ളായ അലീം, വേദനയേറിയ ശിക്ഷ. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, ജഹന്നമിന്റെ തീരിട്ടുകൊണ്ട് അതൊക്കെ ചുട്ട് പഴുപ്പിച്ച് പൊള്ളിച്ച് അവരുടെ ആ ധനങ്ങൾ കൊണ്ട് ജിബാഹുഹും, അവരുടെ നെറ്റിത്തടങ്ങൾ, വദുഹൂറുഹും വജുനൂബുഹും വദുഹൂറുഹും എന്നൊക്കെ ഖുർആൻ പറയാണ്. ഇരുഭാഗങ്ങളും അവരുടെ ശരീരത്തിലൊക്കെ നിറയെ പൊള്ളിക്കുകയാണ് വേദന കൊണ്ട്. ഒരു ഇസ്തിരിപ്പെട്ടി അയൺ ചെയ്യുമ്പോൾ അയൺ ബോക്സ് ഒന്ന് ശരീരത്തിന്റെ എവിടെയെങ്കിലും തട്ടിയാൽ നീറ്റൽ സഹിക്കാതെ ഐസ് കെട്ട വെക്കാൻ ഓടുന്നവരാണ് നമ്മൾ. വേദന സഹിക്കാതെ മനുഷ്യൻ പൊളയുമ്പോൾ അവനോട് പറയും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. കൂട്ടിവെച്ച മുതലാണോ, അനുഭവിക്ക്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ സ്വർണത്തിൻ്റെ സക്കാത്ത് എല്ലാ അർത്ഥത്തിലും നമ്മൾ അതിനെ സംബന്ധിച്ച് പഠിക്കണം. എത്രയാണ്? 10.5 പവൻ മുതൽക്ക് 10.5 പവനോ അതിലേറെയോ ഒരാളുടെ കയ്യിൽ ഒരു ഹിജ്റ വർഷം തികഞ്ഞ നിലക്ക് സ്വർണമുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അതിൻ്റെ 2.5% അവൻ സക്കാത്ത് കൊടുത്തിരിക്കണം എന്നൊക്കെ സ്വർണത്തിൻ്റെ കണക്കാണ് കൂട്ടിയാൽ 10-10.5 പവനൊക്കെ ആകുമ്പോൾ എത്രയാ? 10, 11, 12 ലക്ഷത്തോളം ആവുകയാണ്. 12 ലക്ഷത്തോളം ആവുകയാണ്. ആലോചിച്ച് നോക്കണം. അപ്പോൾ പല ആളുകളും വിൽക്കാനൊക്കെ ആലോചിക്കുന്നുണ്ടാകും. സക്കാത്തിൻ്റെ സമയമാകുമ്പോൾ വിൽക്കാം, എന്നാൽ പിന്നെ അത്ര കൊടുക്കണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകളുണ്ടാകും. അതേപോലെ തന്നെ ഇതൊക്കെ ആഭരണങ്ങളാക്കിയാണ് വെക്കുക, എന്നാൽ പിന്നെ ആഭരണത്തിന് സക്കാത്ത് ഇല്ലല്ലോ, ഇങ്ങനെയൊക്കെ പലരും നമുക്ക് ഫത്വ തരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് പല ന്യായങ്ങൾ പറഞ്ഞ് അത് വിൽക്കുന്നതൊക്കെ കൊള്ളാം. സ്വർണം പലിശക്ക് പണയം വെക്കരുത്. സ്വർണം പലിശക്ക് പണയം വെക്കാതെ അത് വിൽക്കുകയാണ് വേണ്ടത്. എങ്കിൽ എന്ത് ചെയ്യണം? വിൽക്കുന്നത് ഉടമയാവണം. അതും കൂടി ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം. പൊന്നിൻ്റെ ഉടമയാരാണോ അവർക്കാണത് വിൽക്കാൻ അധികാരം. അല്ലെങ്കിൽ അവരുടെ സമ്മതത്തോടുകൂടെ ആവണം മറ്റുള്ളവരെ അത് വിൽക്കുകയോ അതേപോലെ തന്നെ പലിശയൊന്നുമില്ലാതെ പണയപ്പെടുത്തുകയോ ചെയ്യേണ്ടത്. ആരാണ് ഉടമ? അല്ലെങ്കിൽ ഉടമയുടെ സമ്മതത്തോടെയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ വേറൊരാൾക്കും മറ്റൊരാളുടെ പൊന്നെടുത്ത് പണയം വെക്കാനോ വിൽക്കാനോ അധികാരമില്ല. ഇക്കാര്യം സ്ത്രീകളും മനസ്സിലാക്കണം, അവരുടെ ഭർത്താക്കന്മാരും മനസ്സിലാക്കണം. പിന്നീട് വാങ്ങിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം അത് വിൽക്കാൻ തിടുക്കം കൂട്ടുന്ന ഭർത്താക്കന്മാരും മനസ്സിലാക്കണം. ചതിക്കരുത്. പെണ്ണിൻ്റെ മോഹമാണ് പൊന്ന്. അതുകൊണ്ട് അവൾക്കണിയാനുള്ള ആഭരണം പിന്നെ വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് ഇപ്പാണ് വിറ്റിട്ട് പിന്നെ ചതിക്കരുത്. അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാക്കുപാലിക്കലും മുഅ്മിനിൻ്റെ കടമയാണ് എന്നുള്ളത് കൂടി ചേർത്ത് മനസ്സിലാക്കുക. ഉപയോഗിക്കാനുള്ള ആഭരണങ്ങളായി മാറ്റിയാൽ സക്കാത്തിൽ നിന്ന് രക്ഷ നേടാമെന്ന സൂത്രപ്പണിക്കൊരുങ്ങുന്നവരും ഓർക്കുക, റബ്ബ് എല്ലാം കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ആരുടെ മുമ്പിലായി ഈ കണക്ക് ബോധിപ്പിക്കേണ്ടത്? മാലോകരുടെ മുമ്പിലല്ല, നമ്മുടെ ഹൃദയം അറിയാവുന്ന റഹ്മാനായ രാജസന്നിധിയിലാണ്.
ഇതിൻ്റെ കണക്കുകൾ പറയേണ്ടത് എന്ന നല്ല ഓർമ്മ വേണം. ഓരോ സക്കാത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ദുർന്യായങ്ങൾ ചമയ്ക്കുമ്പോൾ അത് വളരെ ഗൗരവത്തോടുകൂടെ ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുള്ള ആ കൽപ്പന അതങ്ങ് പാലിക്കലാണ് ബുദ്ധി. അതാണ് പരലോക സുരക്ഷയ്ക്ക് ഏറ്റവും നല്ല മാർഗം. അതല്ലെങ്കിലോ ദുന്യാവിൽ പോലും നമ്മുടെ സമ്പത്തിൽ പലവിധത്തിലുള്ള പ്രയാസങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. സമൂഹം പോലും അതിൻ്റെതായ ആ ദൂഷ്യത്തിന് അർഹരായി അല്ലെങ്കിൽ വിധേയരായി മാറുകയാണ്. നിരപരാധികൾ പോലും അതിൽ പെട്ടുപോവുകയാണ്. സക്കാത്ത് കൊടുക്കേണ്ടവർ കൊടുക്കാതിരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലാ മുനിഉൽ ഖത്റ മിനസ് സമാ. സമൂഹത്തിൽ സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ വർദ്ധിക്കുമ്പോൾ വാനലോകത്തു നിന്ന് ഭൂമിയിലേക്ക് പെയ്യേണ്ടുന്ന മഴയുടെ അളവ് കുറയും. മഴ കിട്ടാതാകും. മഴ കിട്ടാതാകുന്നതിന് അർഹതപ്പെട്ടവർക്ക് സക്കാത്ത് കൊടുക്കാതെ അർഹതയുള്ള ആളുകൾ അത് പിടിച്ചു വെക്കുന്നത് ഇവിടെ കാരണമായി മാറുന്നുണ്ട് എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എത്ര കുറച്ചാണോ സക്കാത്ത് കൊടുക്കാനുള്ളത്, എത്ര കുറഞ്ഞാണെങ്കിലും കൂടുതലാണെങ്കിലും ഒക്കെ കൊടുക്കുക, വർദ്ധിക്കുകയേയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൃത്യമായി തന്നെ പറഞ്ഞു, മല്ലഖിയല്ലാഹ്, ആര് അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നുവോ, എങ്ങനെ, ലാ യുശ്രികു ബിഹി ശൈആ, അവനിൽ ശിർക്കില്ല, അവൻ അള്ളാഹിനോടല്ലാതെ പ്രാർത്ഥിക്കൂല, റബ്ബിന് വേണ്ടിയല്ലാതെ നേർച്ച വഴിപാട് അർപ്പിക്കൂല, റബ്ബിന്റെ പേരിലല്ലാതെ സത്യം ചെയ്യൂല, റബ്ബിന് വേണ്ടിയല്ലാതെ അവൻ അറിവ് നിർവഹിക്കൂല. എല്ലാ അർത്ഥത്തിലും അവൻ ശിർക്കിന്റെ ഒരു തരി പോലും ജീവിതത്തിൽ വരാതെ സൂക്ഷ്മതയോടെ മുവഹിദായി കൊണ്ട് ജീവിച്ചാണ് ഒരാൾ റബ്ബിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ വഅദ്ദാ സകാത മാലിഹി ത്വയ്യിബത്തൻ ബിഹാ നഫ്സുഹു മുഹ്തസിബാ, നല്ല നിറഞ്ഞ മനസ്സോടെ പ്രതിഫലേച്ഛയോടെ ഒരാൾ തന്റെ സക്കാത്തും കൊടുത്ത് വീട്ടിയിട്ടാണ് റബ്ബിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ അവൻ കേൾക്കുന്നു, അനുസരിക്കുന്നു, ആ നിലക്കുള്ള വിനീത മനസ്സോടെയാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ, അങ്ങനെയാണ് മരിച്ചുപോയി റബ്ബിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ ഫലഹുൽ ജന്ന, അവന്റെ സ്വർഗമുണ്ട്. അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടേതായ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും നല്ല സൂക്ഷ്മത വേണം. എല്ലാ മേഖലയിലും ഈ ഒരു സൂക്ഷ്മത നമ്മൾ കാത്തു സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമദാനിലേക്ക് ആഫിയത്തോടുകൂടി എത്തുവാനും വളരെയേറെ സന്തോഷത്തോടെ ഉന്മേഷത്തോടെ ആ മാസത്തെ സജീവമാക്കുവാനുള്ള തൗഫീഖ് നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ പലരും രോഗികളുണ്ട്, ആസ്പത്രികളിലുണ്ട്, വീടുകളിലുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും പരിപൂർണമായി ശിഫ നൽകി അനുഗ്രഹിക്കണമേ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഇന്നും ഇന്നലെയും പല ദിവസങ്ങളിലുമായി പരിചയമുള്ളവരും അല്ലാത്തവരുമായ ഒട്ടേറെ ആളുകൾ മരണത്തിന് കീഴടങ്ങി മരിച്ചുപോയി. അല്ലാഹുവേ, അവരുടെ ഖബറുകൾ നീ സ്വർഗ്ഗത്തോപ്പാക്കണേ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നത്തിൽ ഒരുമിച്ച് കൂട്ടണേ. ജഹന്നമിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام والحمد لله رب العالمين.